യൂട്യൂബിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് ഓട്ടൻതുള്ളലിനെ കുറിച്ചാണ്. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. തുള്ളൽ എന്ന പദത്തിൻ്റെ അർത്ഥം നൃത്തം എന്നാണ്. 18-ാം നൂറ്റാണ്ടിലാണ് കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളൽ ആദ്യമായി പരിചയപ്പെടുത്തിയത്. തുള്ളലിൻ്റെ വിഭജനങ്ങളായ ശീതങ്കൻ, ഓട്ടൻ, പറയൻ എന്നീ പേരുകൾ പടയണിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അപ്പം ശീതങ്കൻ തുള്ളൽ, ശീതങ്കൻ, ഓട്ടൻ, പറയൻ എന്നീ പേരുകൾ എടുത്തിട്ടുള്ളത് പടയണിയിൽ നിന്നുമാണ്. പാടുന്നതിൻ്റെ രീതി അനുസരിച്ചാണ് തുള്ളലിന് 3 വകഭേദങ്ങളുണ്ട്. അപ്പോൾ പാടുന്നതിൻ്റെ രീതി അനുസരിച്ചിട്ട് തുള്ളലിന് 3 വകഭേദങ്ങളുണ്ട്. പറയൻ വിളംബഗതിയിലാണ് പാടുന്നത്. പറയൻ എങ്ങനെയാണ് പാടുന്നത്? വിളംബഗതിയിലാണ് പാടുന്നത്. ശീതങ്കനാണെങ്കിലോ അല്പം കൂടെ വേഗത്തിലും, ഓട്ടനാണെങ്കിലും വളരെ ദ്രുതഗതിയിലും പാടുന്നു. ഇവയുടെ ചുവടുവയ്പ്പിലും നമുക്ക് ഈ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും. തുള്ളലിന് ഉപയോഗിക്കുന്ന പശ്ചാത്തല വാദ്യങ്ങളാണ് മദ്ദളം, കുഴിത്താളം. അപ്പം മദ്ദളം, കുഴിത്താളം തുള്ളലിന് ഉപയോഗിക്കുന്ന പശ്ചാത്തല വാദ്യങ്ങളാണ്. തുള്ളലിലെ പ്രധാന താളങ്ങൾ ഏതൊക്കെയാണ്? അടന്ത, ചെമ്പട, ചമ്പ, പഞ്ചാരി, ഏകം, കാരിക, ലക്ഷ്മി, കണ്ടാനാച്ചി, കുംഭം. ഇപ്പം എന്തൊക്കെയാ? അടന്ന, ചെമ്പട, ചമ്പ, പഞ്ചാരി, ഏകം, കാരിക, ലക്ഷ്മി, കണ്ടാനച്ചി, പിന്നെന്താണ്? കുംഭം. ഓട്ടൻതുള്ളലിൽ സാധാരണയായി ഉപയോഗിക്കുന്ന വൃത്തം ഏതാണ്? തരംഗിണിയാണ്. ഓട്ടൻതുള്ളലിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വൃത്തം ഏതാണ്? തരംഗിണി. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നത് ഏത് കലാരൂപമാണ്? ഓട്ടൻതുള്ളൽ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു തുള്ളലിന് പ്രധാനം 3 വിധമാണുള്ളത്: ഓട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. അത് ശീതങ്കൻ തുള്ളലാണ്. കല്യാണ സൗഗന്ധികം. നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന തുള്ളൽ കൃതികൾ ഏതൊക്കെയാണ്? നളചരിതം, കിരാതം, ഘോഷയാത്ര, രുക്മിണി സ്വയംവരം, രാമാനുചരിതം, ഭഗവതം, രാവണോത്ഭവം, ബാലവിജയം, ബാണയുദ്ധം, അഹല്യമോക്ഷം. എന്തൊക്കെയാണ്? നളചരിതം, കിരാതം, ഘോഷയാത്ര, സമന്ത്യകം, രുക്മിണി സ്വയംവരം, രാമാനുചരിതം, ഭഗവതം, രാവണോത്ഭവം, ബാലിവിജയം, ബാണയുദ്ധം, അഹല്യമോക്ഷം. നമുക്ക് മറ്റു തുള്ളൽ കൃതികൾ നോക്കിയാലോ? രാമപുരത്ത് വാര്യരുടെയാണ് ഐരാണവധം. ഐരാണവധം ആരെഴുതിയതാണ്? രാമപുരത്ത് വാര്യർ. വെൺമണി മഹൻ എഴുതിയതാണ് പാഞ്ചാലി സ്വയംവരം. വെൺമണി മഹൻ എഴുതിയതാണ് പാഞ്ചാലി സ്വയംവരം. കാളിയമർദ്ദനമാണെങ്കിലോ P.K. കറുപ്പൻ എഴുതിയതാണ് കാളിയമർദ്ദനം. ശ്രീ ശങ്കരവിലാസം എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അപ്പോൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയതാണ് ശ്രീ ശങ്കരവിലാസം. ഐരാണവധം എഴുതിയത് രാമപുരത്ത് വാര്യരും, പാഞ്ചാലി സ്വയംവരം എഴുതിയത് വെൺമണി മഹനും, കാളിയമർദ്ദനം എഴുതിയത് K.P. കറുപ്പൻ, ശ്രീ ശങ്കരവിലാസം എഴുതിയത് കൊട്ടാരത്തിൽ ശങ്കുണ്ണി. അടുത്തതിൻ്റെ നമ്മുടെ തുള്ളൽ ദിനം അല്ലെങ്കിൽ മെയ് 5 നമ്മളുടെ കുഞ്ചൻ ദിനമായിട്ട് അറിയപ്പെടുന്നത്. മെയ് 5 കുഞ്ചൻ ദിനം. ക്ഷേത്രകലകളിൽ ജനകീയതയെ നേടാൻ സാധിച്ച കലാരൂപമാണ് തുള്ളൽ. ഇപ്പോൾ ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപമാണ് തുള്ളൽ. കലാമണ്ഡലത്തിൽ നിന്നും തുള്ളൽ കലാരൂപം പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിത ആരാണ്? നമ്മുടെ LDC 2020 നിന്ന് നടന്ന LDC ക്വസ്റ്റ്യനാണ്. കലാമണ്ഡലം ദേവകി. അപ്പോൾ എന്താണ്? കലാമണ്ഡലത്തിൽ നിന്ന് തുള്ളൽ പഠിച്ചിറങ്ങിയ ആദ്യത്തെ വനിതയാണ് നമ്മുടെ കലാമണ്ഡലം ദേവകി. അപ്പോൾ കുഞ്ചൻ ദിനം എന്നാണ്? മെയ് 5. ക്ഷേത്രകലകളിൽ ജനകീയത നേടാൻ സാധിച്ച കലാരൂപമാണ് തുള്ളൽ. നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ പ്രധാന തുള്ളൽ കൃതികൾ ഏതൊക്കെയാണ്? നളചരിതം, കിരാതം, ഘോഷയാത്ര, സമന്ത്യകം, പിന്നെന്താണ്? രുക്മിണി സ്വയംവരം, രാമാനുചരിതം, ഭഗവതം, രാവണോത്ഭവം, ബാലവിജയം, ബാണയുദ്ധം, അഹല്യമോക്ഷം. ആദ്യത്തെ തുള്ളൽ കൃതി ഏതാണ്? കല്യാണ സൗഗന്ധികം. 3 തരത്തിലുള്ള തുള്ളലുണ്ട്: ഓട്ടൻതുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ. പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്നു. തുള്ളൽ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? നൃത്തം എന്നാണ്.
തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് നമ്മൾ പറഞ്ഞു കുഞ്ചൻ നമ്പ്യാരാണ്. പശ്ചാത്തല വാദ്യങ്ങൾ ഏതൊക്കെയാണ് ഉപയോഗിക്കുന്നത്? മദ്ദളം, കുഴിത്താളം. തുള്ളലിലെ പ്രധാന താളങ്ങൾ ഏതൊക്കെയാണ്? അടന്ത, ചെമ്പട, ചമ്പ, പഞ്ചാരി, ഏകം, കാരിക, ലക്ഷ്മി, കണ്ടാനാച്ചി, കുംഭം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വൃത്തം എന്താ? തുള്ളലിൽ ഉപയോഗിക്കുന്ന വൃത്തമാണ് തരംഗിണി. എല്ലാവർക്കും ഓട്ടൻതുള്ളലിൻ്റെ ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ക്ലാസ്സുകൾക്കായിട്ട് നമ്മളുടെ ചാനൽ ഫോളോ ചെയ്യുക. ഹാപ്പി ലേണിംഗ്.